കഴിഞ്ഞ ദിവസം സാറെടുത്തുന്ന ലോട്ടറി ഉണ്ടല്ലോ, അതിന് 50,000 രൂപ അടിച്ചു. എന്നെ രാശിയാന്നല്ലോ സാറിന്റെ കൈക്ക്. എനിക്കൊരു ഓട്ടോ വിളിച്ചു. ആ വിളിച്ചു തരാമല്ലോ. ലോപ്പാ ഓട്ടോ എടുക്കടാ. എങ്ങോട്ടാ സാറേ? പോലീസ് സ്റ്റേഷൻ. താങ്ക് യു സാർ. ഇതിലെ സാർ, പുള്ളി ഒരു പരാതി റിപ്പോർട്ട് ചെയ്യാൻ വന്ന. എന്ത് പരാതി പറഞ്ഞോ? സാറേ, ഞാനൊരു കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ വന്ന. കൊലപാതകോ? ആരുടെ കൊലപാതകം? അല്ല, അത് ഇയാൾ ആദ്യമേ ആ തെസയുണ്ട്. അല്ല സാറേ, ഇത് ആള് കുറച്ച് ഫേമസ് പത്രക്കാരും ചാനലുകാരും. ഇയാളൊരു മർഡർ റിപ്പോർട്ട് ചെയ്യാൻ വന്ന. സാറിനോട് ചോദിച്ചിട്ട് എഴുതാൻ വിചാരിച്ചു. സമാധാനമില്ല, ദിനേശ് സാറിനോട് പറയാം. പേടിക്കണ്ട. ആരാ മരിച്ചത്? ആരാ മരിച്ചതെന്ന്? അത് രാഗിണി. രാഗിണിയോ? അതാരാ? രാഗിണി എൻ്റെ പൂച്ചയാണ് സാർ. ഇന്നലെ തൊട്ട് കാണാനില്ല. താഴത്തെ വീട്ടിലൊരു കുരുത്തം കെട്ട ചെക്കനുണ്ട്. അവൻ കൊന്നാണെന്ന് തോന്നുന്നു. പൂച്ചയോ? ഡോ, ഇത് മൃഗാശുപത്രി അല്ല, പോലീസ് സ്റ്റേഷനാ. പൂച്ചയെ പിടിക്കുന്നല്ല നമ്മളെ പണി. നീ കൊലപാതകം കണ്ട? ഞാനെങ്ങനെ കാണാനാ സാർ? സാറേ, ഇത് കിളിപോയ കേസാണെന്ന് തോന്നുന്നു. നിന്റെ പൂച്ചയെ ഞാൻ കണ്ടുപിടിച്ചു തരാം. വാ. സാർ ഈ വട്ടന്റെ വാക്ക് കേട്ട് പോവുകയാണോ? അഡ്രസ് എന്താ പറഞ്ഞു? സെന്റ് ജോൺസ് ചർച്ചിനടുത്തുള്ള റോസ് സ്ട്രീറ്റ്. എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? എത്ര നേരമായി വിളിക്കുന്നു? രാവിലെ പോരുമ്പോൾ പറഞ്ഞതല്ലേ അച്ഛനുമേയും വരും, ലഞ്ചിന് വരണമെന്ന്. മോളെ, കുറച്ച് തിരക്കായി പോയി. ഓ, നാട്ടിൽ വേറെ പോലീസുകാരൊന്നുമില്ലല്ലോ. അത് നിന്നോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ. നിനക്കറിയാം എനിക്കതിന് കഴിയില്ല. അച്ഛനും അമ്മയും വളരെ സങ്കടപ്പെട്ടാ പോയത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേസ് ആയതുകൊണ്ടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് അച്ഛനമ്മയെ പോയി കാണാം, പോരെ? ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. നീ ഇപ്പോൾ പോ. ഇതൊന്നും തീർത്തിട്ട് ഞാൻ വേഗം വരാം. എന്നിട്ട് ഡിന്നറിന് പോവാം. ഓക്കെ? ഹലോ മാഡം. എന്ത് കേസാ? വളരെ ഇമ്പോർട്ടൻറ്റ് കേസാന്ന് പറഞ്ഞു. ഒരു മർഡർ കേസാ. ഓ, ആരുടെ? ഒരു പൂച്ചയുടെ. പൂച്ചയുടെയോ? എന്താണ് നിന്റെ പൂച്ചയുടെ കളർ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് നിനക്കെങ്ങനെ അറിയാം? ബാക്കിയുള്ളവർ പറഞ്ഞറിയാം സാർ. കണ്ണ് കാണാത്ത നിനക്കെന്തിനാടാ എമർജൻസി ലാമ്പ്? സാറേ, ഇത് പള്ളി വക വീടാ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വന്നപ്പോഴേ ഉണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്കാണ് താമസം? അല്ല സാർ. പിന്നെ രാഗിണിയുണ്ട്. അവളെ ഒന്ന് കണ്ടുപിടിച്ച് തരാനാണ് ഞാൻ സാറിൻ്റെ അടുത്തോട്ട് വന്നത്. പക്ഷേ സാറ് ചോദ്യം ചെയ്യൽ മുഴുവൻ എന്നെയാണല്ലോ.
ഇത് ഇന്നത്തെ പേപ്പറാണല്ലോ. ഏ ആ, അത് എനിക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആള് വരുത്തിക്കൊണ്ടിരുന്നതാ. ഞാനായിട്ട് നിർത്തിക്കാൻ പോയില്ല. ഞാനത് രാഗിണിയുടെ അപ്പി കോരാനാണ് ഉപയോഗിക്കുന്ന. അപ്പൊ ഇത് കളിച്ചു തരാം. കളിയോ? എന്ത് കളി? എടാ ഈ ക്രോസ് വേർഡ് കളിച്ചു തരാന്ന്. ഓ, അത് എൻ്റെ ഗേൾ ഫ്രണ്ട് ചെയ്തു വെച്ചിട്ട് പോയതായിരിക്കും. എന്താ അത്? എന്താ ശബ്ദം? എന്താ സർ പറ്റിയ? ഞാൻ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവനാണ്. എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല. ഇങ്ങോട്ടൊരു കള്ളനോടി കയറി തപ്പി ഇറങ്ങിയതാ. എന്താടാ? ആ, ഫാദർ ഇരിക്കെ. ആ ദിനേശ്, ആ പിയാനോ പ്ലെയർക്ക് കണ്ണ് കാണണമെന്ന് ഉറപ്പാണോ? ആർക്ക് അറിയിക്കോ? ആ അതെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവനൊരു മർഡർ കണ്ടെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വന്നിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ. എന്നെ കണ്ടപ്പോ ഏതോ പൂച്ചയുടെ മർഡറാന്ന് പറഞ്ഞ് ഉരുണ്ട് കളിച്ചു. ഐ തിങ്ക് വി മേഡ് എ ബിഗ് മിസ്റ്റേക്ക്. അവനൊരു അന്ധനല്ലെങ്കിൽ ഹീസ് എ പ്രൈം വിറ്റ്നസ്. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഴയകാല നടൻ ഉദയകുമാർ ഇന്നലെ രാത്രി വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. കണ്ടെയ്നർ ടെർമിനൽ റോഡിന് സമീപത്തുള്ള പിഴലപ്പാലത്തിന് താഴെ അദ്ദേഹത്തിന്റെ കാറും കണ്ടെത്തിയിരിക്കുന്നു. മുഴുവൻ കാല സിനിമാഭിനയം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കുറച്ചു കാലമായി കേന്ദ്രീകരിക്കുന്നതായി ഭാര്യ സിമി നമ്മോട് പ്രതികരിക്കുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് പർപ്പിൾ നിറമുള്ള പെട്ടിയിൽ 1 കോടി രൂപയുമായി ഒരു ഡീലിന് വേണ്ടി ഇന്നലെ ഉച്ചയ്ക്ക് പോയെന്നാണ് ഭാര്യ സിമിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. നാളെ എനിക്ക് ഓട്ടോ ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വാസന അങ്ങോട്ട് പറഞ്ഞുതരാം. പോരെ? ഈ വാച്ച് ഉദയകുമാർ സാറിൻ്റെ ആണോ? അതെ, ഡാഡിക്ക് ഞാൻ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാ. ഇറ്റ്സ് ഓക്കെ. ഇത് എവിടുന്ന് കിട്ടി സർ? പറയാം. അവനെ വിളിച്ച സാർ അവനെ വിളിക്കേ. ഇയാളെ പരിചയമുണ്ടോ? സതീഷ് അങ്കിൾ ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു. ഈ വാച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്? ഇല്ല മോളെ, എനിക്കൊന്നും അറിയില്ല. ഇവരാണ് ആ കള്ളക്കഥയൊക്കെ ഉണ്ടാക്കിയത്. ഇവരാണ് ആ വാച്ച് എന്റെ കാര്യം കൊണ്ടുവന്നത്. ഉദയകുമാർ സാറിന്റെ ഫോൺ മിസ്സായപ്പോൾ ഞങ്ങൾ പുള്ളിയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും അവസാനം സംസാരിച്ചത് ഇയാളുമായിട്ടാണ്. പിന്നെ ഇത്രയും വില കൂടിയ വാച്ച് കണ്ടപ്പോൾ സംശയം തോന്നി. തെറ്റിയില്ല. അപ്പോൾ ഇവനാണോ? അങ്ങനെ പറയാറായിട്ടില്ല. തെളിവുകൾ കുറച്ചുകൂടി ശേഖരിക്കാനുണ്ട്. ഡീറ്റെയിൽസ് വഴിയെ അറിയിക്കാം. സാർ ഇതാണ് ആ പിയാനോ പ്ലെയർ. You must be Ray. ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രഭ. ഡാഡി റേയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. മരിക്കുന്നതിൻ്റെ അന്ന് റേ ഡാഡിയെ കണ്ടതല്ലേ? ആ, അന്ന് ഡാഡി ഹാപ്പി ആയിരുന്നു.
ഉദയ് സാറ് സംസാരിക്കുന്നതിനേക്കാൾ ചിരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. റേയുടെ മൊഴി എന്ന് വായിച്ച ബഹുമാനപ്പെട്ട സാർ അറിയുന്നതിന് ഒക്ടോബർ 27 ഞായറാഴ്ച ഉദയകുമാറിന്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിന് പിയാനോ വായിക്കാൻ കൃത്യം 12 മണിക്ക് തന്നെ ഞാൻ അദ്ദേഹത്തെ ഫ്ലാറ്റിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉദയകുമാർ വരികയും എന്തോ അത്യാവശ്യമുള്ളതിനാൽ പച്ചക്കള്ളായി പറയുന്നത്. ഈ ഇരിക്കുന്ന ടിക്ടോക്ക് നടി ഈ ജിമ്മനും കൂടെ ചേർന്ന് ആ മനുഷ്യനെ കൊന്നത്, എന്നിട്ട് വെട്ടി നുറുക്കി പീസ് പീസ് ആക്കി പെട്ടിയിലാക്കുകയും ചെയ്തു. പോരാത്തതിന് വിരലൊടിച്ച് കൈ കിടന്ന് മോതിരം വരെ ഊരിയെടുത്തു. എന്നിട്ട് KPSC നിന്ന് നാടകം കളിക്കാൻ രണ്ടും കൂടെ ഇവിടെ ഇരുന്ന് ഇവരുടെയൊക്കെ വിചാരം എന്റെ കണ്ണിന്റെ ബൾബ് അടിച്ച് പോയെന്ന്. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ടു, ഞാൻ എല്ലാം കണ്ടു. കള്ളം പറയുന്നത് നീയാണാ ചാര. ആ തോക്ക്, ഈ തോക്ക് വന്ന് ഞാൻ കണ്ടതാ. ഈ തോക്ക് വെച്ചല്ലടാ നീ ആ പാവത്തിനെ വെടിവെച്ച് കൊന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിമി മാഡത്തിന്റെ ഒരു കോൾ വന്നു. അതിനുശേഷം ഉദയകുമാർ വരാൻ വൈകുമെന്നും അതുകൊണ്ട് എന്നോട് പൊയ്ക്കൊള്ളാനും മാഡം പറഞ്ഞു. ഒപ്പിട്.